സഹിക്കാനാവാത്ത വേദനയിലായിരുന്നു എൻ്റെ കുഞ്ഞുമകൾ. വേദന കൊണ്ട് പുളയുന്ന എൻ്റെ മോളെ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു. നിർദ്ധയമായ ഈ സാഹചര്യവും ഭക്ഷ്യക്ഷാമവും കാരണം അവൾക്ക് ഒന്നും എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മെയ് 3-ാം തീയതി വിശപ്പ് സഹിക്കാൻ കഴിയാതെ എൻ്റെ കുഞ്ഞുമോൾ മരണത്തിന് അടിയറവ് പറഞ്ഞു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നൊമ്പരത്തോടെയാണ് ഞാൻ അവളോട് വിട പറഞ്ഞത്. അവൾ അനുഭവിച്ച വേദനയുടെ ഓരോ കണികയും ഓരോ നിമിഷവും എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പിടയുന്ന ഒരു മാതാവിൻ്റെ ഹൃദയവുമായി 21-കാരിയായ അയാ അൽ ഇസ്കാഫ് ഓർക്കുന്നു. ഗസയിലേക്കുള്ള ഭക്ഷണപാനീയങ്ങളെല്ലാം ഇസ്രായേൽ തടഞ്ഞതു മുതൽ 5 മാസം മാത്രം പ്രായമുള്ള ഇസ്കാഫിയുടെ മകൾ ജനീനെ പോലെ മതിയായ മുലപ്പാൽ പോലും കിട്ടാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ശരീരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫലസ്തീനിലെ ഖബർസ്ഥാനുകൾ. ഫലസ്തീൻ തന്നെയും. ലോകത്തെ ഏറ്റവും തുറന്ന ഖബർസ്ഥാൻ എന്നാണല്ലോ ഗസ ഇപ്പോൾ വിളിക്കപ്പെടുന്നത്. ലോകത്തേക്ക് ജനിച്ചു വീണ അന്ന് മുതൽ മിസൈലുകളുടെയും ബോംബുകളുടെയും ശബ്ദം മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിറ്റു മുലപ്പാൽ പോലും നൽകാനാവാതെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഗസയിലെ ഉമ്മമാർ. ഗസ മുനമ്പിലെ 20 ലക്ഷം ഫലസ്തീനികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ സ്റ്റാർവേഷൻ പോളിസി ഏറ്റവും അധികം ബാധിച്ചത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണെന്നാണ് ഗസ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പലസ്തീൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത്. ഗസയെ നിലംപരിശാക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കിടയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായ അവസ്ഥയിലാണ്. ഗസയിലെ മാർക്കറ്റുകളിൽ അരിയോ പച്ചക്കറിയോ പഴങ്ങളോ ഒന്നും തന്നെ കിട്ടാനില്ല. പോഷകാഹാരക്കുറവ് കാരണം മുലപ്പാൽ വറ്റിപ്പോയ ഉമ്മമാർ വിശന്നു കരയുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മിൽക്ക് ഫോർമുല കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് കഴിച്ച് രോഗാവസ്ഥയിലാവുന്ന കുട്ടികളെ കൊണ്ടുപോവാൻ അവിടെ ഇനി ആശുപത്രികളില്ല. ചികിത്സിക്കാൻ അവരുടെ കയ്യിൽ പണവുമില്ല. ഫലസ്തീനിലെ ഉമ്മമാർ പറയുന്നു, ഗർഭകാലത്തുടനീളം എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ഞാൻ ജീവിച്ചത്. ഈ കഠിനമായ സാഹചര്യങ്ങളിൽ അവനെ പ്രസവിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും എനിക്കുണ്ട്. എൻ്റെ കഠിനമായ പോഷകാഹാരക്കുറവ് കാരണം എനിക്കവനെ മുലയൂട്ടാൻ കഴിഞ്ഞേക്കില്ല. ഗാസയിലുടനീളം ഫോർമുല പാൽ കുറവാണ്. എൻ്റെ ഭാരം ഗണ്യമായി കുറഞ്ഞു. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം കഴിച്ചതിനാൽ നിരന്തരമായ തലകറക്കം, കടുത്ത ക്ഷീണം, കഠിനമായ വയറുവേദന എന്നിവ അനുഭവപ്പെടുന്നു. ഒന്നിലേക്കും വ്യക്തമായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കടുത്ത പോഷകാഹാരക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. പോഷകാഹാരക്കുറവ് ഗർഭിണികളെയും മുലയൂട്ടുന്ന ഉമ്മമാരെയും നവജാത ശിശുക്കളെയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് തള്ളിവിടുന്നതെന്ന് PCHR പഠനങ്ങൾ അഭിപ്രായപ്പെടുന്നു. കൂടുതൽ അണുബാധകൾ, ക്ഷീണം, പേശികൾക്കുള്ള ക്ഷയം എന്നീ അസുഖങ്ങൾ കാരണം ഗസയിലെ കുഞ്ഞുങ്ങൾ വളർച്ച മുരടിപ്പുള്ളവരായി തീരുന്നു. ഭാവിയിലും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെയും ഇത് കാര്യമായി ബാധിച്ചേക്കാം. എൻ്റെ മകൾക്കിപ്പോൾ 1 വയസ്സും 1 മാസവും പ്രായമുണ്ടെങ്കിലും അവൾക്ക് 7 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമില്ല. നിരങ്ങാനോ നടക്കാനോ കഴിയില്ല. അവളുടെ വളർച്ച വൈകുന്നത് കടുത്ത പോഷകാഹാരക്കുറവ് മൂലമാണ്. മറ്റു വഴികളൊന്നും എൻ്റെ മുന്നിലില്ല. ഓരോ ദിവസവും ഫോർമുല പാൽ തീർന്നു പോകുമോ എന്ന ഭയമാണ്. ശാരീരിക ക്ഷീണവും ഭക്ഷണക്കുറവും കാരണം എനിക്ക് മുലയൂട്ടൽ തുടരാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ മകൾക്ക് മതിയായ പോഷകാഹാരത്തിനുള്ള അവകാശം ആസ്വദിക്കാനും ആരോഗ്യകരവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ വളരാനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 30 വയസ്സുകാരിയായ യൗമാൻ അൽ കഫർന വേദനയോടെ പറയുന്നു. സകല ദിക്കുകളിൽ നിന്നും ക്രൂരതകൾ മാത്രം ഏറ്റുവാങ്ങുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ വെടിയൊച്ചകൾക്ക് പകരം കിളിനാദങ്ങൾ കേട്ടുണരാൻ ലോകം അനുവദിക്കുമോ? നമ്മളുടെ എല്ലാം കുഞ്ഞുങ്ങളെ പോലെ ആഹ്ലാദത്തോടെ ഓടിക്കളിക്കാനും നല്ല ഓർമ്മകൾ പങ്കിടാനും ഗസയിലെ പിഞ്ചു മക്കൾക്ക് ഇനിയാവുമോ?